കോയമ്പത്തൂരിലെ സിലിണ്ടർ സ്ഫോടനം. സംഗനൂരിലെ കടയിലാണ് 5 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത്. ആർക്കും പരിക്കില്ല. ആ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. അതിന്റെ ദൃശ്യമാണ് കാണുന്നത്. കോയമ്പത്തൂരിലാണ് ഈ സ്ഫോടനം നടന്നത്. 5 സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ്. ഭാഗ്യം, ആർക്കും പരിക്കേറ്റില്ല. മനേഷ് മൂർത്തി ചെന്നൈ വിവരങ്ങൾ വായിച്ചിരുന്നു. മനേഷ്, ശരിക്കും എന്താ സംഭവിച്ചത്? എസ്കെൻ, അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഒരു സിലിണ്ടർ ആദ്യം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അതിനുശേഷം തുടർച്ചയായി 4 സിലിണ്ടറുകൾ കൂടി പൊട്ടിത്തെറിക്കുന്നു. ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അതിനേക്കാൾ ഉപരി ഇതിന് തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ ബങ്കുണ്ട്. കൃത്യമായി അഗ്നിരക്ഷാസേന എത്തുകയും ആ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തതോടുകൂടിയാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം തൊട്ടപ്പുറത്താണ് പെട്രോൾ ബങ്ക് പ്രവർത്തിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു സിലിണ്ടർ ആദ്യം പൊട്ടിത്തെറിക്കുന്നു, അതിനുശേഷം മറ്റുള്ള സിലിണ്ടറുകളിലേക്ക് തീ പടരുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി അഗ്നിരക്ഷാസേനയൊക്കെ നൽകുന്ന വിവരം. എന്തായാലും സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പക്ഷേ അഗ്നിരക്ഷാസേനയുടെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മറ്റിടങ്ങളിലേക്കൊന്നും തീ പടരാതെ സഹായിച്ചത്. സംഭവ സമയത്ത് അവിടങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ സമീപത്തുള്ള ആളുകൾ ശബ്ദം കേട്ട് അവിടേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആർക്കും പരിക്കില്ല. പക്ഷേ ഒരു വലിയ ഇടപെടൽ അഗ്നിരക്ഷാസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ടാണ് ആ പെട്രോൾ ബങ്കിലേക്കൊന്നും തീ പടരാതെ നിയന്ത്രിക്കാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.